നമസ്തേ ഗുരവേ നിത്യം സഹജാനന്ദരൂപിണേ യസ്യ വാഗമൃതം ഹന്തി വിഷം സംസാരസംജ്ഞകം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. വളരെ ഹർഷജനകമായ സന്തോഷപ്രദമായ ഒരു ശിബിരത്തിലേക്ക് കുട്ടികളെല്ലാം എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ അപാരമായ ഒരു കാരുണ്യം കൊണ്ട് നമ്മളിത് പ്രതിവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ആനന്ദിക്കാനും ഉല്ലസിക്കാനും അതുപോലെ ആത്മവികാസം നേടുവാനുമുള്ള അവസരമായിട്ടാണ് ഈ ക്യാമ്പുകൾ പ്രയോജനപ്പെടുന്നത്. നിങ്ങൾ പലരും കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിലും പങ്കെടുത്തിട്ടുണ്ടാകും. ഇത്രമണിയും പ്രയോജനം കൈപ്പറ്റി പ്രയോജനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിവിടെ ചെലവഴിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ക്യാമ്പിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു കാണും. വെറും കളിയും തമാശയും മാത്രമല്ല, കാര്യവും അതുപോലെ വളർച്ചയും ഉയർച്ചയും ഒക്കെ നേടുവാനുതകുന്ന ക്ലാസ്സുകളായിരിക്കും ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടുക. വളരെ പ്രഗത്ഭമതികളാണ് വന്നിട്ടുള്ളത്. വിശ്വനാഥൻ നമ്പൂരി സാറിനെ പോലെയുള്ള ഇന്ന് കേരളത്തിലുള്ള ഈ സംസ്കൃതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ദീപശിഖ വാഹകന്മാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കണം. അതുപോലെ തന്നെ പല രംഗങ്ങളിലുമുള്ള പ്രായോഗികമായ രീതിയിലുള്ള ക്ലാസ്സുകൾ, ഇൻ്ററാക്റ്റീവ് എന്നൊക്കെ ആധുനിക കാലത്ത് പറയുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും കളികളും കഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഞാനിതിന് ഒരു ഉദ്ഘാടന പ്രഭാഷണം എന്നുള്ള എനിക്ക് 10 മിനിറ്റിൽ കൂടെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ വാക്കിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. വിസ്മയ എന്നുള്ള വാക്ക് കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു പേര്. അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ വാക്കിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല. ഈ വാക്ക് സംസ്കൃതത്തിൽ വളരെ പ്രസിദ്ധമായൊരു വാക്കാണ്. ഹിന്ദിയിലും ഉണ്ട്, പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുള്ളവർ CBSEയിലോ അല്ലെങ്കിൽ കേരള സിലബസിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് സ്കൂളിൽ ചിലപ്പോൾ ഒരു സുഭാഷിതം പഠിക്കാനിട വന്നിട്ടുണ്ടാകും. സുഭാഷിതം എന്നാണ് നിങ്ങൾക്കറിയാം, ചെറിയ ചെറിയ വരികളാണത്. സംസ്കൃതത്തിലാണ് ഏറ്റവും അത്ഭുതകരമായ സുഭാഷിതങ്ങളുള്ളത്. നമ്മൾ ഹിന്ദിയിലൊക്കെ കഹാവത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വൈസ് സേയിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ സംസ്കൃതത്തിൽ സൂക്തി, സുഭാഷിതം എന്നെല്ലാം പറയുന്ന ഒരു വചനമുണ്ട്. ദാനേ തപസ്സി ശൗര്യേ ച വിജ്ഞാനേ വിനയേ നയേ വിസ്മയോ നഹി കർത്തവ്യോ ബഹുരത്ന വസുന്ധര. ചിലർ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ സുഭാഷിതത്തിൽ CBSE സിലബസിൽ ഈ സുഭാഷിതം കാണാറുണ്ട്. അതിൽ പറയണ വിസ്മയോ നഹി കർത്തവ്യോ, നിങ്ങളാരും വിസ്മയിക്കരുതെന്നാണ്. എന്ത് കാര്യത്തിൽ? ദാനേ തപസ്സി ശൗര്യേജ വിജ്ഞാനേ വിനയേ നയേ. ദാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചിലരുടെ ദാനം കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. ഏറ്റവും നല്ലത് നമ്മുടെ അമ്മയുടെ ജീവിതം നോക്കുക. അമ്മയെക്കുറിച്ച് അബ്ദുൽ കലാം അന്ന് 2006 ഇവിടെ വന്നപ്പോൾ, 2005 or 2006 ഈ അമൃത സേതു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നത്തെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം വന്നപ്പോൾ പറഞ്ഞത് അമൃതപുരിയുടെ സന്ദേശം, അമ്മയുടെ സന്ദേശം കൊടുക്കുക കൊടുക്കുക കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എന്നാണ്. അത്ഭുതം തോന്നും നമുക്ക്, വിസ്മയം. മലയാളത്തിൽ നമ്മൾ പറയില്ലേ വിസ്മയം, സർപ്രൈസ്, ആശ്ചര്യം തോന്നും അമ്മയുടെ ദാനം കാണുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ പുരാണ കഥകളിലൊക്കെ കണ്ടു കാണും ദധീജി മഹർഷിയുടെ ദാനം. സ്വന്തം നട്ടെല്ല്, സ്പൈൻ, അദ്ദേഹം വജ്രായുധം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ദ്രന് കൊടുത്തു. അതോടുകൂടി അദ്ദേഹം മരിച്ചു. ഇങ്ങനെ ഒരു ദാനം ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുപോലെ മഹാബലി തൻ്റെ തന്നെ സ്വയം ഭഗവാന് ദാനം ചെയ്തു. നിങ്ങൾക്ക് ആ കഥയെ അറിയാം. എന്നെ തന്നെ ഞാൻ ദാനം ചെയ്യുന്നു ഭഗവാനെ അങ്ങേക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും കണ്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടിരുന്നാണ് പറഞ്ഞത്. കാരണം ഈ ഭൂമി ഇതേപോലെയുള്ള അനേകം അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ബഹുരത്ന വസുന്ധര. വസുന്ധര എന്ന് വെച്ചാൽ ഭൂമി. ഇതേപോലെ അത്ഭുതങ്ങളായ അനേകം രത്നങ്ങൾ നിറഞ്ഞതാണ്. ബഹുരത്ന, ധാരാളം രത്നങ്ങളുണ്ട്. അപ്പം നമുക്കൊക്കെ ഇത് സ്വന്തമാക്കാം. ഈ ഭൂമിയിൽ ജനിച്ച നമുക്കെല്ലാം ഇതും അവകാശപ്പെടാവുന്നതാണ്. നമുക്കും ഇതെല്ലാം നേടാം. തപസ്, എത്രയെത്ര മഹാതപസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിരണ്യാക്ഷനൊക്കെ തപസ് ചെയ്തു, അല്ലെങ്കിൽ ഹിരണ്യകശിപുവിൻ്റെ തപസ്സുണ്ട് അല്ലേ? ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി മരണത്തെ അതിജീവിക്കാനുള്ള വരം വാങ്ങി. പക്ഷേ ഒരു പഴുതുണ്ടായത് കാരണം അദ്ദേഹത്തിന്
നരസിംഹത്തിൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ വാൽമീകി തപസ് ചെയ്തു, ശരീരം മുഴുവനും ചിതൽപ്പുറ്റുകൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഒരു കാട്ടാളനായിരുന്ന വാൽമീകി, നിങ്ങൾക്കറിയാമല്ലോ കഥ. രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളനായിരുന്നു, എല്ലാവരും കൊള്ള ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം മാമുനിയായി മാറി, ആദികവിയായി മാറി, ഏറ്റവും വലിയ മഹാത്മാവായി മാറി. തപസ് ചെയ്തിട്ട് ശരീരം മുഴുവൻ ചിതൽപ്പുറ്റ് വരാൻ പാകത്തിനിരുന്ന് അനങ്ങാതെ ഇരുന്ന് രാമനാമം ജപിച്ചു. അപ്പോൾ ദാനേ തപസി ശൗര്യേജ, ശൗര്യം, പരാക്രമം. പരാക്രമത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുക, അഭിമന്യുവിനെ കുറിച്ച് ആലോചിക്കുക. ചക്രവ്യൂഹത്തിൽ പെട്ടിട്ട് 11 മഹാരഥന്മാർ, അതായത് ഭീഷ്മർ മരിച്ചിരുന്നു അതിനു മുമ്പ്, ദ്രോണർ, കർണർ, ദുര്യോധനൻ, ദുശാസനൻ, കൃപർ, ഇങ്ങനെയുള്ള 11 പേര് വളഞ്ഞു നിന്ന് അഭിമന്യുവിനെ ആക്രമിച്ചിട്ടും അഭിമന്യുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അവസാനം ബോധം കെട്ട് കിടക്കുന്ന അഭിമന്യുവിനെ ദുര്യോധനൻ്റെ മകൻ ലക്ഷ്മണൻ ഗദ വെച്ച് അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും പരാക്രമം എങ്ങനെ ഒരാൾക്ക് സാധിക്കും? ശ്രീരാമൻ്റെ പരാക്രമത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒറ്റയ്ക്ക് വാനരസേനയും കൊണ്ട് ഏറ്റവും വലിയ രാക്ഷസസേനയെ തോൽപ്പിച്ചു. വാനരസേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊന്നുമല്ല, കല്ലും മരവും തടിയും പാറകഷ്ണവും അർവ്വതവും ഒക്കെ എടുത്ത് യുദ്ധം ചെയ്യണവരാ. പക്ഷേ ശത്രുക്കൾ ഇന്ദ്രാസ്ത്രവും ബ്രഹ്മാസ്ത്രവും ആഗ്നേയാസ്ത്രവും നാഗാസ്ത്രവും ഒക്കെ ഉപയോഗിക്കുന്ന രാക്ഷസന്മാരാണ്. അവരെ ഈ വാനരസേനയെ കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ ശൗര്യം എത്രത്തോളം ഉണ്ടെന്ന് വിചാരിക്കുക, ആലോചിക്കുക. അപ്പോൾ ദാനേ തപസ്സി ശൗര്യേച്ച വിജ്ഞാനെ, അറിവിൻ്റെ കാര്യത്തിൽ ശങ്കരാചാര്യസ്വാമികളെക്കുറിച്ചൊക്കെ ആലോചിക്കുക. സർവജ്ഞൻ, എല്ലാ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന സകല അറിവുകളും നേടി ശങ്കരാചാര്യസ്വാമികൾ. വിജ്ഞാനെ വിനയെ, വിശേഷപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. നയെ, നല്ല പോളിസികൾ, നല്ല നയങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം നേടുക. നമ്മുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ ഇന്ന് ഭാരതം തലയെടുപ്പോടുകൂടി നിൽക്കാനുള്ള അവസരത്തിലെത്തിയില്ലേ? അവസ്ഥയിൽ എത്രയോ വർഷങ്ങളായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ആരുമല്ലാതിരുന്ന സ്ഥാനത്ത് ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ തലയെടുപ്പുകൊണ്ട് നമുക്ക് ഉയർന്നു നിൽക്കാം. കാരണം നയങ്ങളുള്ളതുകൊണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം ഭൂമിയിൽ കാണാം. ബഹുരത്നാവസുന്ധര. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ട് സർപ്രൈസ്ഡായിട്ട് ഇതൊന്നും നമുക്ക് സാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് പിന്മാറരുതെന്നാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും സാധിക്കും. ഇനി ഈ വാക്ക് വരുന്ന വേറൊരു ശ്ലോകം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് അപരാജിത ശതകം എന്നു പേരായ ജൈന ഗ്രന്ഥത്തിലുള്ളതാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: യദിഹ ജഗതി കിഞ്ചിത് വിസ്മയോത്പത്തി ബീജം ഭുജഗ മനുജ ദേവേഷ്വസ്തി സാമർത്ഥ്യമുച്ചൈഃ തദഖിലമഭിമത്വാ നൂനമാത്മൈകനിഷ്ഠം ഭജത നിയതചിത്ത സർവദാത്മാനമേവ. യദിഹ ജഗതി കിഞ്ചിത് വിസ്മയോത്പത്തി ബീജം, ഈ ലോകത്ത് വിസ്മയം ഉണ്ടാക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഭുജഗ മനുജദേവേഷ്വസ്തി സാമർഥ്യമുച്ചൈ, മനുഷ്യരിലോ നാഗങ്ങളിലോ അസുരന്മാർ ദേവന്മാർ ഇങ്ങനെയുള്ള ഏതൊരു ജീവജാലങ്ങളിലും എന്തെങ്കിലും വിസ്മയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഗുണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, വൈഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തദഖിലമഭിമത്വ നൂനമാത്മൈകനിഷ്ഠം, അതെല്ലാം നമ്മുടെ ആത്മനിഷ്ഠമായിട്ട് നമുക്കുമുണ്ട് എന്നറിയുക. എല്ലാവരുടെയും ആത്മാവ് അനന്തശക്തി നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ടോ ഭജത നിയതചിത്ത ശശ്വതാത്മാനമേവ, നമ്മളെല്ലാവരും ആത്മാവിനെ തന്നെ ഭജിക്കുക. അമ്മ എപ്പോഴും പറയില്ലേ നമ്മളോട്, നിങ്ങളൊന്നും മ്യാവും മ്യാവും എന്ന് കരയേണ്ട പൂച്ചക്കുട്ടികളല്ല, സിംഹക്കുട്ടികളാണ് എന്ന്. എല്ലാ ശക്തിയും നമ്മളിലുണ്ട്. നമുക്ക് തപസ്സനുഷ്ഠിച്ചാൽ മെഴുകുതിരിയല്ല സൂര്യനാകാൻ സാധിക്കുമെന്ന് നമ്മൾ പറയാറില്ലേ? ആത്മാവിനെ ഭജിക്കണം. തപസ്സനുഷ്ഠിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ തന്നെ ഭജിക്കുക. നമ്മുടെ തന്നെ ഉള്ളിലെ ശക്തികളെ ഉണർത്തിയെടുക്കാനുള്ള ശ്രമം ചെയ്യുക. അതിനാണ് ഭജനയും ധ്യാനവും ജപവും രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത ഇതൊക്കെ പഠിക്കുകയും ലോകത്തിന് ഉപകാരം ചെയ്യുകയും സേവനം ചെയ്യുകയും പിന്നെ നമ്മുടെ സ്വന്തം ധർമ്മം പഠിക്കുന്ന സമയത്ത് കുട്ടികളുടെ ധർമ്മം പഠനം, മാതാപിതാക്കളെ അനുസരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തന്നെ ആത്മാവിനെ നമ്മൾ ഭജിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്, ഈശ്വരൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനുള്ളത്. ഭഗവാൻ ഗീതയിൽ പറയുന്നില്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, എല്ലാ ഭൂതങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഹൃദയദേശത്തിൽ ഈശ്വരൻ നിൽക്കുന്നു. ആ ഈശ്വരനെ ഭജിക്കാൻ സാധിച്ചാൽ, നമ്മുടെ തന്നെ ഉള്ളിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ഈശ്വരനെ ഭജിക്കാൻ സാധിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ വിസ്മയജനകങ്ങളായ ഗുണങ്ങളും നമുക്ക് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സന്ദേശം ഈ വിസ്മയ ക്യാമ്പിനുണ്ട്.
ആ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ തന്നെ പൂർണ്ണമായ ആത്മവികാസത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി നമ്മളെ തയ്യാറാക്കുകയാണ് ഈ ക്യാമ്പിലൂടെ എല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ വളരെ ശ്രദ്ധയോടെയും വളരെ ഉത്സാഹത്തോടെയും വളരെ അച്ചടക്കത്തോടെയും വളരെയധികം പങ്കാളിത്തത്തോടുകൂടിയും ഈ ക്യാമ്പിൽ പങ്കെടുത്ത് എല്ലാവരും വളരെ അനുഗ്രഹീതരായി തീരട്ടെ. ഇത് സംഘടിപ്പിച്ച അമൃത ലീപ്പിന് എല്ലാ അഭിനന്ദനങ്ങളും, അതുപോലെ തന്നെ അവരോടുള്ള കൃതജ്ഞതയും. അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ തന്നെ ഒരു വിഭാഗമാണ്. അത് വളരെ ഊർജ്ജസ്വലമായി ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരമുള്ള ഈ ക്യാമ്പസിന് പുറത്തുള്ളവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ധാരാളം ഇതേപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് പലതവണയും വരുവാനും പങ്കെടുക്കാനും സാധിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഈ അവസരങ്ങൾ ഒരുക്കുന്നതിന് ലീപ്പിനോടുള്ള എൻ്റെ ഒരു ഹൃദയംഗമമായ കൃതജ്ഞത, എൻ്റെ തന്നെ നമ്മുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, ഒരു വിഭാഗമാണ്. അതിനോട് കൃതജ്ഞത പറയേണ്ട കാര്യമില്ലെങ്കിലും സന്തോഷമുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ശിവാനന്ദനെയൊക്കെ അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിന് പങ്കെടുക്കാൻ, ഇത് നമ്മളെ ധന്യരാക്കാൻ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും അഭിനന്ദിക്കുവാനും അവരോട് കൃതജ്ഞത അറിയിക്കുവാനും കൂടി ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാ ഭാവുകങ്ങളും നേരുന്നു. അമ്മ ഇതിന് എല്ലാ പൂർണ്ണ വിജയവും നേടിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി.